ഓഫ് റിയാലിറ്റീസ് മെയ് 9, 2025. യേശു ദൈവത്തിൻ്റെ സന്ദേശമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം 1-ാം വാക്യം. മുകളിൽ തന്നിരിക്കുന്ന തിരുവെഴുത്തിൽ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇത് വചനം എന്നതിന് ഉപയോഗിക്കപ്പെടുന്ന പൊതുവായ പദമാണ്. കാരണം ഈ പദം സംസാരം, അഭിപ്രായം, ചിന്ത, സന്ദേശം എന്നിവയെല്ലാം വളയം ചെയ്യുന്ന പദമാണ്. ലോഗോസ് എന്നതിനെക്കുറിച്ചുള്ള പ്രധാന കാര്യം ഇത് സന്ദേശത്തിൻ്റെ സത്തയാണ് എന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം അയച്ചു എന്ന് പറയുന്നത് പോലെയാണ്. അതിനർത്ഥം നിങ്ങളൊരു വചനം അയച്ചു എന്നാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ ലോഗോസ് എന്ന് നമുക്ക് മനസ്സിലാകും. യേശുവിലാണ് ദൈവത്തിൻ്റെ എല്ലാ വിചാരങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും പൊതിയുകയോ ചുരുക്കി അവതരിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രകടനമാണ്. യേശു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ അനാവരണമാണ്. ദൈവം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യേശുവാണ് അതിൻ്റെ ആവിഷ്കാരം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വചനം നമ്മോട് ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നു. ഇതിൽ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ദൈവവചനം. അവന് സന്ദേശം ലോകത്തിലേക്ക് വന്നു, അവൻ സ്വന്തമായവരുടെ അടുത്തേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യേശു നോഹ, മൂശ, ശമൂവേൽ, യിരെമ്യാവ്, യേശയ്യാവ്, യെഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ വചനങ്ങളിലൂടെയാണ് വന്നത്. പക്ഷേ ലോകം വചനത്തെ സ്വീകരിച്ചില്ല. തുടർന്ന് ബൈബിൾ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. ദൈവം ചെയ്തത് എന്താണെന്ന് നോക്കൂ. ഈ വചനം ഒരു മനുഷ്യനായി മാറി. യേശു ക്രിസ്തുവായിരുന്നു ആ മനുഷ്യൻ. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ചിലർ ഉണ്ടായിരുന്നു. ഒരു ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും നിത്യജീവൻ പ്രാപിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അബ്രഹാം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, ദാവീദ് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, പ്രവാചകന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു നാൾ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. ദൂതൻ ദാനിയേലിനും സന്ദേശം നൽകിയിരുന്നു. നിത്യാനുഗ്രഹങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നവരെയും നിത്യശിക്ഷയ്ക്ക് വിധേയരാകുന്നവരെയും കുറിച്ച് അവൻ അവനോട് പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് തികച്ചും അസാധാരണമാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് മോശ കേട്ട ശബ്ദം, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൽ നിന്ന് അവൻ എഴുതിയ സന്ദേശം, പ്രവാചകന്മാരുടെ എഴുത്തുകൾ, ഇവയെല്ലാം ജഡമെടുത്ത് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ നാമമാണ് യേശു, ജീവിക്കുന്ന വചനം. യേശുവിൻ്റെ നാമത്തിന് എന്നേക്കും മഹത്വം. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് വലിയവനും അത്യന്തം സ്തുതിക്ക് അർഹനുമാണ്. അങ്ങ് ജഡത്തിലുള്ള വചനവും ദൈവത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ ചിന്തകളുടെയും ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പ്രകടനവുമാണ്. അങ്ങ് മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നിത്യജീവനാണ്. അങ്ങ് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും
കൃപയുടെയും നന്മയുടെയും കരുണയുടെയും അനാവരണമാണ്. അങ്ങ് ദൈവത്തിൻ്റെ നിത്യവചനമാണ്. ഇന്നും എപ്പോഴും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ. തുടർ പഠനത്തിന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.